ഹായ് ഹലോ നമസ്കാരം. ഒരു പണിയുമില്ലാത്ത തിരുവോണ ദിനത്തിൽ ഞങ്ങൾ അങ്ങാടിയിൽ ഇരുന്ന സമയത്ത് പെട്ടെന്നൊരു ബുദ്ധി തോന്നി, ഞങ്ങൾ യാത്ര പോയാലൊന്ന്. അങ്ങനെ ചർച്ചകൾ തുടർന്നു. ഐസ് പറഞ്ഞു, ഐസ് തീർന്നു. അത് കഴിഞ്ഞ് സർബത്ത് പറഞ്ഞു. തീറ്റയും കൂടി മാത്രം നടന്നു, പ്ലാനിങ് ഒന്നും നടന്നില്ല. അങ്ങനെ സർബത്ത് തീർന്നതോടുകൂടി തീരുമാനമായി. ഈ തല വന്നു കഴിഞ്ഞാല് നമ്മൾ നേരെ ട്രെയിൻ കയറി നേരെ എടുക്കും, നിലമ്പൂര് പോകും. ഇല്ലേ പേരി പോയി ചോർന്നു കിടന്നോളും അല്ലേ. ഇനി രണ്ടാമത് മൈൻഡില്ല കേട്ടോ. ആരെ തിരിച്ചണ്? ആൽമിച്ചോ? ഫ്ലിപ്പ് ഫ്ലിപ്പ് അഗൈൻ. അങ്ങനെ നറുക്ക് വീണത് അങ്ങാടിപ്പുറത്ത് നിന്നും നിലമ്പൂർ വരെ പോകാമെന്നുള്ള ആലോചനയിലായി. അങ്ങനെ ഞങ്ങൾ റെഡിയായി. എല്ലാവരും ഭക്ഷണം കഴിച്ച് നേരെ അങ്ങാടിപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. നേരം വൈകി. 2:40 ട്രെയിന് 2:44 വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ട്രെയിൻ ലഭിച്ചു. അങ്ങനെ അങ്ങാടിപ്പുറത്ത് നിന്നും നിലമ്പൂരിലേക്കുള്ള യാത്ര. ആദ്യം കയറിയപ്പോൾ സീറ്റൊന്നും കിട്ടിയില്ല. പിന്നീട് ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റൊക്കെ ലഭിച്ചു. അങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് നിലമ്പൂരിലേക്കുള്ള യാത്ര തുടങ്ങി. അവസാനം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് ദൂരം മുന്നോട്ട് നടന്നു. അങ്ങനെ നടന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്, സത്യം പറഞ്ഞാൽ നിലമ്പൂരിലേക്ക് ചായ കുടിക്കാൻ വന്ന ഒരു ട്രിപ്പായിരുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനെ കഴിഞ്ഞ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഒരു ചായക്കടയിലെത്തി. ഒരു 2 കിലോമീറ്റർ ദൂരം നടന്നിട്ടാണ് ചായക്കടയിലെത്തിയത്. അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീണ്ടും 8 മണിക്കാണ് ഇനി ട്രെയിനുള്ളത്. അപ്പോൾ വീണ്ടും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അങ്ങനെ വീണ്ടും ഞങ്ങൾ ചർച്ചയ്ക്ക് ഇട്ടു. 8 മണിക്കാണല്ലോ ട്രെയിന്, ബസ്സിന് പോകണോ ട്രെയിന് പോകണോ? വീണ്ടും ഡിജിറ്റൽ കോയിൻസ് എടുത്തു ചെയ്ത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ട്രെയിനിൽ പോകുക എന്നുള്ളതാണ്. 8 മണി വരെ കൊതുകിൻ്റെ കടിയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ അങ്ങാടിപ്പുറത്തേക്കുള്ള ട്രെയിൻ വന്നു. ഞങ്ങൾ തിരിച്ചു വീണ്ടും നാട്ടിലേക്ക്.